ആ ദുഷ്ടൻ നിന്നെ മുടിച്ചല്ലയോ? മുത്തശ്ശി ബാപ്പയെ കണ്ടോ? എന്റെ മോളെ, നീ ഒന്നും അറിഞ്ഞില്ലേ? ആ ദുഷ്ടൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? എന്റെ പെണ്ണെ, നിന്റെ ബാപ്പ ഇവിടെ ഇറച്ചി കച്ചവടത്തിന് നിൽക്കുമ്പോഴേ ഒരുത്തനങ്ങോട്ട് ചെന്നു, ഒരു ഹിന്ദു. എന്നിട്ട് ഒരു ചോദ്യം, ആന്ദ്രമാനെ പന്നിയിറച്ചിയുണ്ടോടാ? പന്നിയിറച്ചി വിടൂ നിന്റെ ബാപ്പ. ക്രൂരമതത്തിന്റെ ചിത്തരോഗാണുക്കളുമായവർ തമ്മിൽ തല്ലി. മതം എന്ന വിഷം അവന്റെ ബുദ്ധിയെ മരവിപ്പിച്ചു കളഞ്ഞു. ഇന്നും നമ്മുടെ നാട്ടിൽ ഈ ബുദ്ധിയില്ലായ്മയാണ്, ഈ മതമാണ്, മനുഷ്യനല്ല മതമാണ് വരുന്ന ചിന്തയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം. ഒരു വശത്തുകൂടെ ക്രൂരമതത്തിന്റെ ചിത്തരോഗാണുക്കളുമായവർ തമ്മിൽ തല്ലി. അദ്രമാനതിൽ നിന്ന ഹിന്ദുവിന്മാരിൽ കൊലക്കാറ്റുമായി എന്റെ പെണ്ണെ, കലിയടങ്ങും വരെ ബാപ്പ വെട്ടി ജയിലിൽ കിടക്കുക. പോലീസുകാർ കൊണ്ടുപോയി. ഇനി 12 കൊല്ലം കഴിഞ്ഞാൽ വരൂ. ബാപ്പ കരയാതെ പോലെ, കരയാതെ. നീ വല്ലതും കഴിച്ചോ? വാ, നിനക്ക് ഞാൻ ചോറ് വാങ്ങിത്തരാം. ഈ തെരുവില് നീ ഇങ്ങനെ അലഞ്ഞു നടക്കരുത്. ഇവിടെ ഇപ്പോ എന്തൊക്കെയാ നടക്കണേന്നറിയോ? നാലണയ്ക്കൊരു നല്ല കുഞ്ഞിനെ കാണിവിച്ചതാണിന്നലെ. നാലണയ്ക്കൊരു നല്ല കുഞ്ഞിനെ കാണിവിച്ചതാണിന്നലെ. ആരണക്കിനി നിന്റെ കുഞ്ഞിനെ ആര് വാങ്ങി ചന്തയിൽ? ആരണക്കിനി നിന്റെ കുഞ്ഞിനെ ആര് വാങ്ങി ചന്തയിൽ? നാലണയ്ക്കൊരു നല്ല കുഞ്ഞിനെ കാണിവിച്ചതാണിന്നലെ. കാണിവിച്ചതാണിന്നലെ. ആ മുത്തശ്ശിക്ക് അവളെ സംരക്ഷിക്കാനുള്ള ആവതുണ്ടായില്ല. പക്ഷെ അവൾക്ക് അവിടെ വേറെ കുറെ കൂട്ടുകാരികളെ കിട്ടി. കടത്തിണ്ണുകളിൽ ജീവിതം വിൽക്കപ്പെടുന്നവർ, തെരുവിലെ വേശ്യകൾ, തെരുവിൽ കണ്ടിക്കാതെ പച്ചമാംസങ്ങൾ വിൽക്കും തെരുവിൽ പുതിയൊരു മെമ്പറും കൂടി ചേർന്നു. തെരുവിൽ കണ്ടിക്കാതെ പച്ചമാംസങ്ങൾ വിൽക്കും തെരുവിൽ പുതിയൊരു മെമ്പറും കൂടി ചേർന്നു. മെമ്പറും കൂടി ചേർന്നു. ഈ കൂട്ടുകാരി പെണ്ണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആയിഷയെ കളിയാക്കും. ആയിഷ, അടി പെണ്ണേ, നിന്റെ അടുത്ത് ആരും വരുന്നില്ലയോ? നിന്റെ അടുത്ത് ആരും വരുന്നില്ലയോ? ഈ വയറ് കണ്ട പിന്നെ ആര് വരാനാ? അല്ലേ ആയിഷ? പോയി പറടി പെണ്ണെ, 10 കാശിന്റെ വക കിട്ടാ. പെണ്ണുങ്ങളുടെ തമാശ. പോയി പറടി പെണ്ണെ, 10 കാശിന്റെ വക കിട്ടാ. ആ ക്രൂരമായ വിനോദം അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിലും സഹിക്കാൻ കഴിയാത്ത വേദന, പ്രാണവേദന, പ്രസവ വേദന അവളെ കാർന്ന് പിടിച്ചു കഴിഞ്ഞു. അവൾ ധർമാശുപത്രിയെ ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിനാകൊരു മാറ്റം. ശക്തമായ മഴയും കാറ്റുമടിക്കുന്നു. അവൾ അടുത്ത് കണ്ട കടത്തിടയിലേക്ക് കയറി കിടന്നു. ആ കടത്തിടയിൽ കിടന്നവൾ എളിവിലി കൊള്ളുന്നു. വേദന കൊണ്ടവൾ പുളയുന്നു. പക്ഷേ കരഞ്ഞീലുച്ചത്തിൽ ആരാലും കേട്ടെങ്കിലോ? ഞെരങ്ങി തേങ്ങി പാവം പ്രാണവേദന മൂലം. കഴിയും സഹിക്കുവാൻ മറ്റെന്തും, പ്രസവത്തിൻ കടുയാതന പോലെ തീഷ്ണമായി മറ്റില്ലൊന്നും. ഒടുവിൽ താനേ മിക്കൂമ്പിപ്പോ സ്വബോധത്തിൻ പിടിവിട്ടങ്ങോ തെറിച്ചിരുളിൽ താഴു ചിത്തം. സർവവും ശൂന്യം, തമോമയം. ദുർവിയെ നിശിതമാം നിന്നിച്ച നടക്കട്ടെ, നിന്നിച്ച നടക്കട്ടെ. കാറ്റും കോളും ഒന്നടങ്ങി.
രാക്കിളി മരപ്പൊത്തിൽ ചിലച്ചു. ഞെട്ടിപ്പിടഞ്ഞാത്ര സംഭ്രമം. പണിപ്പെട്ടവളെഴുന്നേറ്റു. എത്തി വലിഞ്ഞ് അവൾ ആ കടയുടെ ഭിത്തിയിലേക്ക് ചാരിയിരിക്കുമ്പോൾ വന്നലയ്ക്കുന്നു കാവിൽ പിഞ്ചുരോധനമൊന്നിൻ കുഞ്ഞല അവൾ കഥ വന്നലയ്ക്കുന്നു കാവിൽ പിഞ്ചുരോധനമൊന്നിൻ കുഞ്ഞല അവൾ കഥ അവളും മാതാവായി ലോകത്തിൻ പുരോഗതിക്ക് അവളും താങ്ങായി. പക്ഷേ നന്ദി കാട്ടുമോ ലോകം, നന്ദി കാട്ടുമോ ലോകം. കുഞ്ഞിനെ വാരിക്കോരിയെടുത്ത് നെഞ്ചിരിപ്പോടെ ചാരിയിരുന്നവൾ ഒരു പട്ടിയെ പോലെ കുനിഞ്ഞു ചെന്ന് അവൾ ആ കുഞ്ഞിന്റെ പൊക്കിൽ കൂടി കടിച്ചു മുറിച്ചു. മുണ്ടിന്റെ അറ്റം കീറിയെടുത്ത് അതിന്റെ അറ്റം കെട്ടി തന്നെത്താൻ ചുരന്നുപോയ മാറിടം. മണ്ണിൽ മറ്റെന്തുണ്ടു നിൻമീതയായി മാതൃത്വമേ, മണ്ണിൽ മറ്റെന്തുണ്ടു നിൻമീതയായി മാതൃത്വമേ. എടി പെണ്ണേ ആയിഷ, അവളുടെ കൂട്ടുകാരികൾ, എടി പെണ്ണേ നീ ആശുപത്രി പോയില്ലോടി? ആയി, നീ പ്രസവിച്ചു. ഞങ്ങൾ അവിടെ ചെന്നടി, നിന്നെ